ഞാൻ ചിലതൊക്കെ ഓർത്ത് ഒന്ന് മയങ്ങിപ്പോയി. നീ ഇന്ന് ഔട്ട് ഓഫ് മൂഡിലാണെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം. മൂഡ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. കമോൺ, നമുക്ക് ഒരുങ്ങാം. ഹലോ ഗോമസ്. പള്ളി വന്നപ്പോ അച്ഛൻ പറഞ്ഞു സാർ ഇവിടെ വന്നിട്ടുണ്ട്. വയ്യാതെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? ഒരു 5 മിനിറ്റ് നിൽക്കൂ, ഞാനൊരു ടാക്സി വിളിച്ചോണ്ടിരാം. വേണ്ട, താങ്ക്സ് ഗോമസ്. ലക്ഷ്യത്തിലെത്താൻ വേഗത പോരെന്ന് കരുതി ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷ്യമില്ല, അതുകൊണ്ട് ധൃതിയില്ല. ആ, ബെന്നിയുടെ കത്തൊക്കെ ഉണ്ടോ? ഉണ്ട്, അവനടുത്ത് തന്നെ വരും. എന്നാ ഗോമസ് പോയിക്കോളൂ. വേണ്ട, ഞാൻ അവിടെ വരെ കൊണ്ടാക്കാം. ആട്ടെ. എല്ലാം നഷ്ടപ്പെട്ടു. ഇതോടെ നമ്മൾ തകരുകയാണ് ലവ്ലി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? നമ്മുടെ കമ്പനി അയച്ച ചരക്കുകളുടെ ക്വാളിറ്റി മോശമാണെന്ന് അവർ കണ്ടുപിടിച്ചു. എന്റെ പേരിൽ കേസ് കൊടുക്കാൻ ആ വിദേശ കമ്പനിയുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. എന്തിനീ ചതി ചെയ്തു? 25 ലക്ഷം രൂപയുടെ ഇടപാടാണ്. ലക്ഷക്കണക്കിന് ലാഭം കിട്ടേണ്ടതാണ്. ഇപ്പൊ എല്ലാം തകർന്നു. എന്ന് മാത്രമല്ല, ഞാൻ കേസിൽ പ്രതിയുമാകും. എന്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കാത്ത എന്ത്? ആ കമ്പനിയുടെ ആൾക്കാർ വിചാരിച്ചാൽ കേസ് ഒതുക്കാം. അവരെങ്ങനെ ചെയ്യുമോ? നീ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും. ഞാൻ വിചാരിച്ചാലോ? മനസ്സിലായില്ല. നീ അവരെ ചെന്ന് കാണണം. നമ്മുടെ കാര്യം സാധിക്കാൻ എന്ത് ത്യാഗവും ചെയ്യണം. What do you mean? മറ്റു മാർഗമൊന്നുമില്ല. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് എന്നോടിത് പറയരുത്. എങ്കിൽ വേണ്ട, ഞാൻ ജയിലിൽ പൊയ്ക്കോളാം. Come in. Who are you? I am Mrs. Lovely de Cruz. Oh, Mrs. de Cruz. Please take your seat. Take your seat. How beautiful you are. Mrs. de Cruz. ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാർ, ഞങ്ങളെ രക്ഷിക്കണം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഉടനെ വന്നേക്കാം. താങ്ക് യു. ഓക്കെ. അല്പം കുടിക്കൂ. നോ താങ്ക് യു. കമ്പനി സേക്കിന് വേണ്ടി ഇപ്പോഴെനിക്ക് വേണ്ട. അല്പം കുടിക്കൂ. കുറച്ചുകൂടി. അപ്പോ എന്തിനാ വന്നത്? എന്താ വേണ്ടത്? ഞങ്ങളെ രക്ഷിക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭയപ്പെടണ്ട. വരൂ. എന്നെ ആശ്രയിക്കുന്നവരെ, വിശേഷിച്ച് പെണ്ണുങ്ങളെ ഞാൻ കൈവിടാറില്ല. അതാണ് എന്റെ സ്വഭാവം. You are saved. ലവ്ലി. Lovely. Thank you, dear. You need it.
ഓ സോറി. ഡാഡി വന്ന വിവരം ഞാൻ അറിഞ്ഞു. നീ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. യുവർ സണ്ണിൽ ഈസ് വെരി ബിസി. മീ ടു. നീ ആകെ മാറിയിരിക്കുന്നു. യു ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഡാഡി കൊതിച്ചതും ഈ മാറ്റമല്ലേ? നീ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അല്ല, ഇപ്പോഴും ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് വെയിറ്റ്. രാവിലെ തുടങ്ങിയോ? എല്ലാം മറക്കാൻ മദ്യം നല്ല മരുന്നാണെന്ന് തോന്നി തുടങ്ങി. എപ്പോഴും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. എപ്പോഴും വ്യഭിചരിക്കുന്നതോ? ഇന്ന് ചീഫ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഉറക്കാൻ ഞാൻ പോണമായിരിക്കും. അദ്ദേഹം വിചാരിച്ചാൽ ആ പാലത്തിന്റെ വർക്ക് കിട്ടും. 50 ലക്ഷത്തിന്റെ പണിയാണ്. 10 ലക്ഷം ലാഭം പ്രതീക്ഷിക്കാം. വിശദീകരണം ഒന്നും വേണ്ട. ഏത് ഹോട്ടലിൽ എപ്പോ പോണോന്ന് പറഞ്ഞാ മതി. എല്ലാവരെയും ഇങ്ങോട്ട് വരുത്തുന്നതല്ലേ നല്ലത്. സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ. ും
ലൗലിക്ക് ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാത്തതെന്താ? ഉറങ്ങാത്ത രാത്രികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. നീ കരഞ്ഞോ? എന്തിനാ കരഞ്ഞത്? ചിരിക്കാൻ മറന്നതുകൊണ്ട്. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ വരവിന്റെ അക്കങ്ങൾ കൂട്ടാൻ വേണ്ടി ഇത് പറയുന്നതല്ലേ ശരി? എന്റെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ചിലവിന്റെ കോളങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കാണുന്നില്ല. ലൗലി, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യയാണ് നീ. നീ എന്ത് ധരിച്ചാലും എന്റെ ഹൃദയം നിറയെ നീയാണ്. നിങ്ങൾക്ക് ഹൃദയം എണ്ണുന്നുണ്ടോ? ഹൃദയത്തിന്റെ സ്ഥാനത്തും നിങ്ങൾക്ക് തലച്ചോറാണ്. ബിസിനസ്സുകാരനാണ് നിങ്ങൾ. ഞാനൊരാളെ സ്നേഹിച്ചു. അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ അതിനനുവദിച്ചില്ല. നിങ്ങൾ എന്നെ വിലയ്ക്ക് വാങ്ങി. ലൗലി, എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. കറപുരളാതെ തന്നെ ഞാൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കാവശ്യം ഒരു ഭാര്യയല്ല. ആദർശവാദികൾക്ക് ജീവിക്കാൻ പറ്റിയ ലോകമല്ലേ. വരൂ, നമുക്ക് കിടക്കാം. വരൂ. നിങ്ങൾ എന്നെ തുടരുത്. ഒരു ഭർത്താവിന് തൊടാനുള്ള വിശുദ്ധി ഇന്ന് എനിക്കില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ പറയുന്നത്. നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ വിശുദ്ധി ഓർത്താണ്. വരൂ ബെന്നി, വരൂ. ഈ സ്ഥലം ബെന്നി ഓർക്കുന്നുണ്ടോ? ഞാനൊന്നും മറന്നിട്ടില്ല. അന്നൊരിക്കൽ ഇവിടെ വെച്ചാണ് ആദ്യമായി ബെന്നി എന്റെ ശരീരം ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? ബെന്നി എന്നെ ആഗ്രഹിച്ചത് നൽകാനാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. നമുക്ക് ആ വള്ളത്തിന്റെ മറവിലേക്ക് പോകാം. പലരും പങ്കിട്ടെടുത്തു. മുഴുവൻ നഷ്ടപ്പെടും മുമ്പ് ബെന്നിയുടെ വീതം എടുത്തോളൂ. ഡിക്രോസ് എന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ നിമിഷം തന്നെ എന്റെ മരണം കഴിഞ്ഞു. ആ ശവശരീരം പോലും പരിശുദ്ധമായി സൂക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല. ബോംബെയിലെ തെരുവീഥികൾ അലഞ്ഞു നടന്നപ്പോഴും മനസ്സിന്റെ ഒരു കോണിൽ എന്റെ ലൗലിയുടെ ചിത്രം ഞാൻ സൂക്ഷിച്ചിരുന്നു. അകലെ നിന്നാണെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ മടങ്ങി വന്നത്. മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ല. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം സ്ത്രീയുടെ ശരീരമാണ്. വിലയില്ലാത്തത് അവളുടെ സ്ത്രീത്വവും. ലൗലി വളരെയേറെ മാറിയിരിക്കുന്നു. ആ ബെന്നി, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? അറിയൂ. ബെന്നി എന്നും എന്നെ വന്ന് കാണണം. ബെന്നിയെ കണ്ടാൽ, ബെന്നിയുമായി സംസാരിച്ചിരുന്നാൽ ഈ വേദനകളിൽ നിന്ന് അല്പമെങ്കിലും മോചനം എനിക്ക് കിട്ടും. എന്താ ബെന്നി മിണ്ടാത്തത്? നീ ഇന്ന് മറ്റൊരാടെ ഭാര്യയാണ്. ഞാൻ നിന്റെ പഴയ കാമുകന്. ഞാൻ അവിടെ വന്നാൽ നിന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും? എന്തു വിചാരിച്ചാൽ എനിക്കെന്താ? വേണ്ട ലൗലി, അത് ശരിയല്ല. എന്റെ മനസ്സുഖത്തിന് വേണ്ടി ആർക്കും ഒരു ദോഷവുമില്ലാത്ത ഈ ഒരു ചെറിയ സഹായം ബെന്നി ചെയ്യില്ലേ?
പറയൂ ബെന്നി, എന്നെ സഹായിക്കില്ലേ? ലവ്ലി, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ലവ്ലി, ഇതാ. എന്താ ഇത്? നോക്കൂ. സാരിയോ? ഞാൻ സാധാരണ സാരി ഉടുക്കാറില്ലല്ലോ. സാധാരണയുള്ള വേഷമൊന്ന് മാറിക്കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ജീവിതത്തിലൊന്നും ഇനി മാറ്റാനൊക്കൊന്ന് തോന്നുന്നില്ല. അപ്പോ ലവ്ലിക്ക് സാരി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിരിക്കുന്നു. പക്ഷേ ഇത് ഞാൻ ഉടുക്കുന്നത് എന്റെ മനസ്സിന് ഭാരമില്ലാത്ത ഒരു ദിവസം വരുമെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ. അന്ന് മാത്രമേ ഞാനിതെടുക്കൂ. തർക്കിക്കാനുള്ള സമയമല്ലിത്. അദ്ദേഹം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഓ, ഈ മാറ്റത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അവന്റെ ഉപദേശമായിരിക്കും. വേണമെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോളൂ. നീയും അവനുമായുള്ള സഹകരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ അനുസരിക്കാൻ എനിക്കും സാധ്യമല്ല. ലവ്ലി, ഞാൻ അനുവദിക്കുന്ന സൗജന്യം എന്റെ ദൗർബല്യമായി നീ കാണരുത്. അഭ്യർത്ഥിക്കാനും ആജ്ഞാപിക്കാനും മാത്രമല്ല, അതനുസരിപ്പിക്കാനും എനിക്കറിയാം. നിന്റെ ഭർത്താവ് മാത്രമല്ല, എന്റെ വീട്ടുകാരും നാം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബെന്നിക്ക് മാത്രമേ കഴിയൂ. ദയവ് ചെയ്ത് എനിക്കൊരു പുതിയ ജീവിതം തരൂ ബെന്നി. ലവ്ലി, സ്വന്തം ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ബെന്നിക്ക് ഇപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എനിക്കതിനേ കഴിയൂ. എന്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുവാനുള്ള ബെന്നിക്കുണ്ടോ? ലവ്ലിയെ ഒരിക്കലും ഞാനൊരു തെറ്റുകാരിയായി കണ്ടിട്ടില്ല. എങ്കിൽ എന്നെ സ്വീകരിക്കൂ ബെന്നി. ലവ്ലി, എന്റെ ശരീരം മാത്രമേ ചീത്തയായിട്ടുള്ളൂ, മനസ്സ് ചീത്തയായിട്ടില്ല. ബെന്നിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ എന്നെ അനുവദിക്കുമോ? താമസിച്ചുപോയി. എന്റെ വിവാഹം നിശ്ചയിച്ചു. ബെന്നി, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കൂ ബെന്നി. നാം തമ്മിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഞാൻ പോട്ടെ.